ഹായ് ഗൈസ്, നമുക്ക് ഇന്ന് സിമ്പിൾ ആയിട്ട് ഒരു സോയ ഫ്രൈ ഉണ്ടാക്കി വെക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാം, എളുപ്പമാണ്. നമുക്ക് ബാച്ചിലേഴ്സിനൊക്കെ അടിപൊളിയായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. പിന്നെ ഇപ്പൊ ക്രിസ്ത്യൻസ് ഒക്കെ നോയമ്പല്ലേ, അപ്പൊ അവർക്കൊക്കെ ബീഫിന് പകരം കഴിക്കാം. അടിപൊളി. പാൻ വെച്ചിട്ടുണ്ട്, നമുക്ക് ഇനി അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ഇഞ്ചി ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഞാൻ ചതച്ച് വെച്ചതാണ്. പിന്നെ നമ്മള് സവാള ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, പെട്ടെന്ന് വഴണ്ട് കിട്ടും. നമ്മുടെ സവാളയൊക്കെ ഏകദേശം ഒന്ന് വഴണ്ടിട്ടുണ്ട്. നമുക്ക് ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. നമുക്കിനി മസാല ഇടാം. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് ഇട്ടോളൂ കേട്ടോ. ഇത് മീറ്റ് മസാലയാണ്, നമുക്ക് മീറ്റ് മസാല ഇട്ട് കൊടുക്കാം. നമ്മുടെ പൊടികളുടെ ഒക്കെ പച്ചമണം നന്നായിട്ട് പോണവരെ വഴറ്റി കൊടുക്കണേ. നമ്മളിവിടെ നേരത്തെ തിളച്ച വെള്ളത്തിലിട്ട് വേവിച്ച് പിഴിഞ്ഞെടുത്ത സോയാസ് ആണ്. നമ്മൾ അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇനി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്തങ്ങ് വരട്ടെ. അപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ട് നമുക്ക് ഇനി ഒരു നാരങ്ങ പിഴിഞ്ഞങ്ങ് ഒഴിക്കാം മുകളിൽ.